വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. ആ ഡോഗി ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. അഥവാ രക്ഷപ്പെട്ടാൽ മിസ്റ്റർ ചംകു നമ്മളെ ചമ്മന്തിയാക്കും. പിടിക്കതിന്, പിടിക്ക്. രക്ഷപ്പെടാൻ പാടില്ല. പിടിക്കതിന്. തോന്നിക്കുന്നു. നിനക്കൊന്നും കണ്ണു കാണില്ലേടാ. ഒരു ഡോഗിക്ക് പുറകെ ഇത്രയും വലിയ സൈന്യമോ? ഇതിലെന്തോ പന്തികേടുണ്ടെന്ന് തോന്നുന്നല്ലോ. ഉടനെ മോട്ടു പത്ലുവിനെയും ഫോൺ ചെയ്യാം. ഹലോ മോട്ടു പത്ലു. Doggy. ആ ഡോഗിയെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കൂ. മോനെ, ഞാൻ ഡോണിന്റെ എല്ലാം ഡോണാണ്. സൂപ്പർ ഡോൺ. ആരാന്ന് ചോദിക്ക്. ഞാൻ ഡോണിന്റെ എല്ലാം ഡോണാണ്. ഒരു സൂപ്പർ ഡോൺ. മിസ്റ്റർ ചംകു. നിങ്ങളൊക്കെ ആരാ മക്കളെ? ഞങ്ങളാണ് കൂട്ടുകാരിൽ കൂട്ടുകാരൻ, ചങ്കുകളിൽ ചങ്ക്. അല്ലടാ, പേരാണ് മോട്ടു പത്ലു. നൈസ് മീറ്റിംഗ് യു. അടുത്തേക്ക് വരല്ലേ. എനിക്ക് നിങ്ങളെ പോലെ വൃത്തിയില്ലാത്തവരെ കണ്ണെടുത്താ കണ്ടൂടാ. മനസ്സിലായോ? മനസ്സിലായോ? എല്ലാ കാര്യവും എന്തിനാ നിങ്ങൾ ഇങ്ങനെ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത്? എന്താന്ന് വെച്ചാ എന്നാലേ ഞാൻ പറയുന്ന വാക്കുകൾ എതിരാളിയുടെ മനസ്സിൽ പതിയുള്ളൂ. ആ ഡോഗിയെ മര്യാദക്ക് ഞങ്ങൾക്ക് തന്നേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ കഴിയില്ല. ചംകുവിന്റെ അടുത്ത് ചലഞ്ച് ചെയ്യാറായോ നീ? ഗാർഡ്സ് അറ്റാക്ക്! വേണ്ട, വിടാൻ. ബൈ ബൈ മോട്ടു പത്ലു. ഇനി നമ്മൾ ഒരിക്കലും കാണില്ല. പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ. ഐഡിയ. വരൂ, ആ വൃത്തിയുള്ളവനെ നമുക്കൊന്ന് വൃത്തിയാക്കിട്ട് വരാം. ഹലോ ചിങ്കം സാർ. യെസ് മോട്ടു പത്ലു, ഡോണ്ട് വറി, ഞാനുണ്ടല്ലോ. The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. കേട്ടല്ലോ? impossible. കോൺസ്റ്റബിൾസ്, ഈ റോഡ് സൈഡിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോ ഇവിടുത്തെ ഗുണ്ടകളുടെ മുട്ടൊന്ന് വിറയ്ക്കുമല്ലേ? നിങ്ങളൊരു സംഭവമാണ് സാർ. ഇന്ത്യക്ക് ഒരു ഹോപ്പാണ് സാർ. ഹോപ്പ് PE ഹോപ്പ് സാർ.
അമ്മോ ആ ഗുണ്ടകളെ എന്നെയും പറപ്പിച്ചല്ലോ. മോട്ടു റെഡി? Yes, I'm ready. ഇവന്മാരിത് എവിടെ നിന്ന് വന്നു? ഇനി കണ്ടോ മോട്ടുവിന്റെയും പത്ലുവിന്റെയും കളികൾ. ഹലോ മിസ്റ്റർ ചംകോ. ബൈ ബൈ മോട്ടു പത്ലു. ബൈ. മോട്ടു അത് കണ്ടോ? ഡോഗിയുടെ കഴുത്തിലെ ലോക്കറ്റ് എടുത്തുകൊണ്ട് അവൻ പോയിരിക്കുന്നത്. ആ ലോക്കറ്റിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടാവും, ഉറപ്പാ. ആണോ? അപ്പൊ അതാണോ കാര്യം? നീ ഡോഗിയുടെ കാര്യം നോക്ക്, ഞാൻ ചെന്ന് അവന്റെ കാര്യം നോക്കിക്കോളാം. ആ നിധി എവിടെ ഉണ്ടെന്ന് ഈ മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും. ഓ നിധി ക്രിസ്മസ് മൗണ്ടനിലാണ് ഉള്ളതല്ലേ? അത് തേടി കണ്ടുപിടിക്കുന്നത് ഭയങ്കര എളുപ്പമാണെന്നാ തോന്നുന്നേ. ഇനി ഈ നിധി എന്റേതാണ്. ഇത് മുഴുവൻ എന്റേതാണ്. ഇത് മുഴുവൻ സോറി, പ്ലീസ് ഡോണ്ട് മൈൻഡ് മിസ്റ്റർ ചംകു. വരൂ പത്ലു, ഈ പേപ്പറിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. എന്റെ അമ്മോ ഇതെന്താണ്? ഇതെങ്ങനെ വന്നു? ഇതെന്തിനു വേണ്ടി വന്നു? ഈ പേപ്പറിന് ഇത്രമാത്രം വില എങ്ങനെ കിട്ടി? എങ്ങനെ 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 പറയൂ പറയൂ പറയൂ. ഇത് എന്തിന്റെ ഒരു മാപ്പാണ്. പക്ഷേ ഈ മാപ്പ് എന്തിനുള്ളതാ? ഞാൻ പറഞ്ഞു തരാം ആ മാപ്പ് എന്തിന്റെയാണെന്ന്. വരൂലൊക്കെ. ഈ നിധി ചന്ദൻപൂർ രാജാവിന്റേതാണ്. ഞാൻ ചന്തു, കൊട്ടാരം വേലക്കാരൻ. രാജ തിരുമനസ് എല്ലാ സ്വത്തും വിറ്റിട്ട് വിദേശത്തേക്ക് പോകാൻ പോകുകയാണ്. പക്ഷെ വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് കൊട്ടാരം നിലവറയിലെ സ്വർണവും രത്നങ്ങളും എല്ലാം ഒരു കിരീടത്തിൽ പതിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സ്വത്തെല്ലാം വിറ്റിട്ട് ഫുർഫുറി നഗറിൽ വലിയ വലിയ സ്കൂളും ഹോസ്പിറ്റലുകളും പണിയാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഫുർഫുറി നഗരവാസികൾക്ക് ഫ്രീ എഡ്യൂക്കേഷനും ചികിത്സയും ലഭിക്കും. എന്നിട്ട് പിന്നെന്തു പറയാൻ, മിസ്റ്റർ ചംകു ഇതെല്ലാം മണത്തറിഞ്ഞു. അവന്റെ ആൾക്കാർ രാജാവിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. രാജാവ് ആ കിരീടം ഒരു രഹസ്യ സങ്കേതത്തിൽ ഒളിപ്പിച്ചിരുന്നു. അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയുടെ മാപ്പ് ഈ ഡോഗി ലക്കിയുടെ കഴുത്തിലുള്ള ലോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഇക്കാര്യം ഒരു വേലക്കാരൻ അറിഞ്ഞു. മഹാരാജാവ് പോയതിന്റെ പിറ്റേന്ന് തന്നെ ലക്കിയുടെ കഴുത്തിൽ നിന്നും ഈ ലോക്കറ്റ് തട്ടിയെടുക്കാനായി അതിന്റെ പിന്നാലെ കൂടി. അവനെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ആ നിധി കണ്ടുപിടിച്ച് രാജാവിന്റെ ആഗ്രഹം സഫലീകരിക്കുന്നതാണ്. ഫുർഫുറി നഗരത്തിൽ വലിയ വലിയ ഹോസ്പിറ്റലുകളും പിന്നെ കുറെ നല്ല സ്കൂളുകളും തുറക്കണം. നിങ്ങൾ ലക്കിയെ കൊണ്ടുപോയിക്കൊള്ളൂ. വളരെ വളരെ നന്ദിയുണ്ട്. മഹാരാജാവ് തിരുമനസിന്റെ സ്വപ്നം പൂവണിയണം. എനിക്കത് മാത്രം മതി. വരൂ ലക്കി. എന്ത് നല്ല ഡോഗിയാ നോക്കിയേ. എന്റെ അമ്മോ ഇത് ക്രിസ്മസ് മൗണ്ടൻ ആണല്ലോ. ഞാൻ ഇതിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ക്രിസ്മസ് മരങ്ങളും ഉണ്ട്. എന്നാൽ വരൂ, തയ്യാറായിക്കൊള്ളൂ. നമ്മൾ ഉടൻ തന്നെ ഈ സ്ഥലത്തേക്ക് എത്തണം. കാരണം ഈ മാപ്പിലുള്ള സംഗതികൾ ആ ചംകുവും കണ്ടിട്ടുണ്ട്. അവൻ അവിടെ എത്തി അതൊക്കെ വൃത്തിയാക്കുന്നതിന് മുൻപ് നമുക്ക് അവിടെ എത്തി അതൊക്കെ വൃത്തിയാക്കേണ്ടതാണ്. വരൂ. ഒരു തവണ എനിക്ക് ആ ചംകുനൊന്ന് കാണണം. എന്റെ കയ്യിൽ അവനെ കിട്ടിയാൽ അലക്കുകാരെ തുണി അലക്കുന്ന പോലെ ഞാൻ അവനിട്ട് അലക്കും. ഞാനെല്ലാം മറന്നുപോയല്ലോ. അലക്കുകാരൻ തുണി അലക്കുന്ന പോലെ എടുത്തിട്ട് അലക്കണമെന്നാണോ സാറേ പറഞ്ഞ? എന്റെ അമ്മോ എന്നെ താഴേക്ക് ഇറക്ക് വേഗം. താഴേക്ക് ഇറക്കാൻ. മമ്മി ഇഡ്ഡലി, ദോശ, പഴംപൊരി, കടല ഞാൻ എല്ലാം വാങ്ങിത്തരാം. എന്നൊന്ന് വെറുതെ വിട്ടാ മതി. സിംഗം സാർ, ഫെരിലാർ റിപ്പോർട്ടിംഗ് സാർ. സിംഗം സാർ, നിങ്ങൾ എവിടെയാണ്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്താ ചിങ്കം സാർ, ഈസ് ഇറ്റ് വേദനിക്കൽ? ഈ വേദനക്കൽ എന്ന് വെച്ചാൽ എന്താണ്? ഓ വേദന, അതെന്റെ നിഘണ്ടുവിൽ തന്നെ ഇല്ല. ലെറ്റ്സ് ഗോ. ക്രിസ്മസ്
ക്രിസ്മസ് മൗണ്ടൻ. നിങ്ങളിലാണ് പ്രതീക്ഷ. എന്റെ ബോസ് വരുന്നുണ്ട്, ഒരുപാട് മിഠായി തരുന്നുണ്ട്. എന്റെ ബോസ് വരുന്നുണ്ട്. ബോസ് ബോസ് നിങ്ങൾക്ക് ചെറിയമ്മ ഒട്ടും ഇഷ്ടമല്ലേ? അതുകൊണ്ടാണോ 2 പ്രാവശ്യവും ചീ ചീ എന്ന് പറഞ്ഞത്? ചീന്നൊന്നും അല്ലടേ, ഞാനൊന്ന് തുമ്മിയതാ. എനിക്ക് എപ്പോഴും തുമ്മല് വന്നോണ്ടിരിക്കുക. പക്ഷെ അവരുണ്ടല്ലോ, അവരൊരുപാട് നല്ലവരാ. അവരാരാണെന്ന് അറിയാമോ? ഈ ജോണിന്റെ ചെറിയമ്മയാ, ചെറിയമ്മ. ഈ ജോണിന്റെ ചെറിയമ്മ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചെറിയമ്മ ആയിരിക്കുമല്ലോ. ഞാൻ എന്റെ ചെറിയമ്മയെ കുട്ടിക്കാലത്തിന് ശേഷം കണ്ടിട്ടേ ഇല്ല. ജോൺ, എന്റെ പൊന്നു മോനെ. ചെറിയമ്മ. ചെറിയമ്മ. അയ്യോ, എന്തൊരു ജലദോഷ നിനക്ക് പിടിച്ചിരിക്കുന്നേ. ഈ തുണിയിലൊന്ന് നന്നായി മൂക്ക് ചീറ്റിക്കേ. ചീറ്റിക്കേ. അല്ല, നിങ്ങൾ എന്താ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നേ? പെട്ടെന്ന് പോയ വെള്ളം ചൂടാക്ക. ചെറിയമ്മ, ഇതാ ചുടുവെള്ളം. ചുടുവെള്ളം തയ്യാർ. വാ, ഇനി ഇതിലൊന്ന് നന്നായി ആവി പിടിക്ക. അപ്പൊ നിന്റെ ജലദോഷം എല്ലാം പമ്പ കണക്കും. ചെറിയമ്മേ, ജലദോഷമാണോ പറഞ്ഞത്? അതോ ഞാൻ മൊത്തത്തോടെ തീരുവോ? ഹലോ ജോൺ, ഞാനാണ് ഡോണിന്റെ എല്ലാം ഡോൺ, സൂപ്പർ ഡോൺ. ആരാ നീ ചോദിക്കേ? മിസ്റ്റർ ചംകു. സോറി ബോസ്, ജലദോഷം പിടിച്ചിരിക്കുക. ഫോൺ ദൂരെ വെച്ച് സംസാരിക്കടാ, ഇല്ലെങ്കിൽ നിന്റെ കഥ ഞാൻ ഇന്ന് തന്നെ തീർക്കും. ക്ലീനർമാരെ, ഇതൊന്ന് ക്ലീൻ ചെയ്തേ. നീ എന്നെ വിട്ടിട്ട് ഇതാരോടാ സംസാരിച്ചു? ജോൺ, ഇതാരാണ്? സോറി ബോസ്, ഇതെന്റെ ചെറിയമ്മയാ. ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ്. താഴെ ഇറങ്ങ്. ഞാൻ പറഞ്ഞില്ലേ താഴെ ഇറങ്ങാൻ. മര്യാദയ്ക്ക് താഴെ ഇറങ്ങി നിന്ന് സംസാരിക്കാം. ഞാൻ താഴെ ഇറങ്ങി നിൽക്കുക. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കണേ? ജോൺ അതാരാണ്? പറഞ്ഞു മനസ്സിലാക്കവരെ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ മുത്തശ്ശൻ, ചെറിയമ്മ, വലിയമ്മ എല്ലാരെയും കൂടെ മേളിലോട്ടേക്ക് ഞാൻ. സോറി ബോസേ, എന്റെ മുത്തശ്ശനും എല്ലാവരും നേരത്തെ പോയവരാ. ഇനി ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു പ്രതിബിംബം എന്റെ ചെറിയമ്മ മാത്രമാ. പറ ബോസേ, പറ, എന്താ കാര്യം? മോട്ടുവും പത്തിലും ക്രിസ്മസ് മൗണ്ടനിലേക്ക് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുക. അവിടെ ഒരു നിധിയുണ്ട്, അത് നമ്മുടേതാണ്. നിന്റെ പണിയാണ് മോട്ടുവും പത്തിലുണ്ടെ തടയുന്നത്. അവർ ക്രിസ്മസ് മൗണ്ടനിലേക്ക് ഒരിക്കലും എത്തിച്ചേരരുത്. ഓക്കേ ബോസ്. ഫോൺ മുഖത്തൊന്ന് മാറ്റി വെച്ചിട്ട് തുമ്മടാ. മോട്ടുവും പത്തിലുണ്ടെ തടഞ്ഞതിന് ശേഷം നീ അവിടെ ചെന്ന് നിധി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞങ്ങളെ സഹായിക്കണം. നീ ഈ ജോലി മര്യാദക്ക് ചെയ്താൽ ഞാൻ നിന്റെ വീട് പണം കൊണ്ട് നിറയ്ക്കുന്നതാണ്. ഇനി എങ്ങനെ ചെറിയമ്മേനെ കൂടെ കൊണ്ടുവന്നാൽ പൈസ കൊണ്ടായിരിക്കില്ല, വെടിയുണ്ട കൊണ്ടായിരിക്കും നിന്റെ വീട് നിറയ്ക്കുന്നത്. മനസ്സിലായോടാ? നീ ആരാണെങ്കിലും ഞാൻ ഇപ്പൊ പറയുന്നത് കേൾക്ക്. അവൻ എന്റെ മകനെ പോലെ. നീ എന്തിനാ അവന്റെ അടുത്ത് ഇപ്പൊ ദേഷ്യത്തിൽ സംസാരിക്കുന്നേ? ഇനി ഇതുപോലെ ദേഷ്യത്തിൽ സംസാരിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. നീ എന്താ കരുതിയത്? അവന് ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ചു. നിന്നെ എന്റെ കയ്യിലെല്ലാം കിട്ടിയാൽ ഞാൻ ശരിയാക്കി തരാം. എന്തു പറ്റി ബോസ്? ഇതൊക്കെ എന്താണ്? എന്റെ തലയെഴുത്ത് അല്ലാതെ എന്താ? ജോണിന്റെ ചെറിയ ഒരു കൊടുങ്കാറ്റാന്നാ തോന്നുന്നേ. എന്റെ ഈ ചെറിയ പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരമാ. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ മതിയാവൂ. പക്ഷേ എന്ത് ചെയ്യൂ? വേഗം എനിക്ക് എന്തെങ്കിലും കഴിക്കാമല്ലോ, എനിക്ക് വിശന്നിട്ട് വയ്യ. പെട്ടെന്ന് കൊണ്ടുവന്നോ, ഇല്ലെങ്കിൽ നിന്നെയൊക്കെ തന്തൂരിയിലിട്ട് ഞാൻ നല്ല ഉപ്പും മുളകും പരട്ടി നന്നായി വറുത്ത് തിന്നും. നീ ഇവിടെ എന്താ കാണിക്കുന്നേ? ഒന്നുമില്ല ചെറിയമ്മേ. എന്തേ ഒളിക്കുന്നേ നീ? വരൂ ബോസ്, അകത്ത് പോയി കിടക്ക്.
ഇനി നന്നായിട്ടൊന്ന് ഉറങ്ങിക്കോളൂ. എണീറ്റ് പോടേ, കുറെ നേരം നമ്പർ 1 നമ്പർ 2 ഇത് ഞാനാണ്, ചെറിയമ്മയല്ല. വേഗം എന്റെ കൂടെ വന്ന് വണ്ടി കയറ്. പോകുന്ന വഴി ഞാൻ എല്ലാം പറയാം. ഈ ജോണായിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. ഞാനായിരിക്കും കോടീശ്വരൻ. എന്നെ തടയാൻ ആരുണ്ട്? എന്റെ പത്ലു ദേ നോക്ക് ജോൺ, പക്ഷെ അവന് എങ്ങോട്ട് പോവോ? മോട്ടു പത്ലു, ദീദിയെ പറ്റി സ്വപ്നം കാണുന്നേക്ക് മറന്നേക്ക്. എന്റെ ബോസ് ചപ്പു കുറച്ച് പ്രശ്നക്കാരനാ. അയാള് നിനക്കിട്ട് 8ന്റെ പണി തരും. നിന്റെ ജീവിതം കോഞ്ഞാട്ട് ആയി പോകൂടെ. അല്ല, ഈ ജോണും നിധി അന്വേഷിച്ചുള്ള യാത്രയില്ല. വേഗം വിട്, അവന്റെ മുമ്പിൽ പോ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. മര്യാദയ്ക്ക് തിരിച്ചു പോയിക്കോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ പിടിച്ച് ജയിലിനകത്തിടും. സാറേ, എന്നെ വിട്ടിട്ട് നിങ്ങളുടെ ജീപ്പിന്റെ ടയറിലേക്ക് നോക്ക്. 4 ടയർ കറങ്ങുന്ന കണ്ടോ? എന്ത്? എന്റെ അമ്മോ, നിർത്ത്. ജീപ്പ് വേഗം നിർത്ത്. നിർത്താൻ. എവിടെയാണ് കറങ്ങുന്നത്? എവിടെയാണ് കറങ്ങുന്നത്? എനിക്കൊന്ന് കാണണം. ആ ജോണനെ മണ്ടനാക്കാൻ നോക്കി. അവനെ ഞാൻ വെറുതെ വിടില്ല. സാർ, ജീപ്പ് ഓടുമ്പോ എന്തായാലും ടയർ കറങ്ങൂലേ? അയാള് സാറിനെ ഫൂളാക്കി. FAOLE. ഞാൻ അവനെ വെറുതെ വിടില്ല. ഏയ്, ആ വരൂ വരൂ. പൊളിക്കടുത്തല്ല. ഇത് കാറാണ് ഓടിക്കുന്നത് അതോ കാളവണ്ടിയാണോ? ഒന്ന് ചവിട്ടി പിടിക്കേ. എന്നെ ലുങ്കി, അയ്യോ എന്നെ ലുങ്കി പോയേ. ബൈ ബൈ മോട്ടു പത്ലു, പെട്ടെന്ന് തിരിച്ചു പോയിക്കോ. ഇതെന്താ ഈ സംഭവിക്കുന്നേ? അങ്ങോട്ട് നോക്ക്, ഇവിടെ ആരോ താമസിക്കുന്നുണ്ട്. നമുക്ക് അവരോട് ഹെൽപ്പ് ചോദിക്കാം. ഇവിടെ എന്താ ഈ സംഭവിക്കുന്നേ? എക്സ്ക്യൂസ് മീ, സോറി സോറി. എനിക്കിനി തോന്നിയതായിരിക്കോ അകത്ത് ചെറിയമ്മ നിൽക്കുന്നതായിട്ട്? നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കണ്ടാ തോന്നും എന്റെ പുറകിൽ ചെറിയമ്മ നിൽക്കുന്നുണ്ടെന്ന്.
നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഇത് കാണുമ്പോ എന്റെ പുറകെ ചെറിയമ്മ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിപ്പോവാ. നിന്റെ പുറകിലല്ല, നിന്റെ മുന്നില്. ഓടുന്നേ അവിടെ ഇപ്പൊ കാണിച്ചു തരാം നിന്നെയൊക്കെ ഞാൻ ഇപ്പൊ എന്താ ചെയ്യാൻ പോണേന്ന്. ചെറിയമ്മ എങ്ങനെയാ ഇവിടെ? അത് ഞാനല്ലേ നിന്നോട് ചോദിക്കേണ്ടത്. ഞാൻ എങ്ങനെ എവിടെ എത്തിയത്? ഇത് ഏതാ ഈ സ്ഥലം? പെട്ടെന്ന് പറഞ്ഞോ, ഇല്ലെങ്കിൽ ചെറിയമ്മ ഞാൻ എല്ലാം പറയാം, എല്ലാ സത്യവും പറയാം. അതുണ്ടല്ലോ. ചെറിയമ്മേ, ആ നിധി ആ മിസ്റ്റർ ചംകൂന്റെയാണ്. നമ്മളത് എടുത്തു കൊടുത്താൽ അവര് നമുക്ക് കാശ് തരും. ആദ്യം നമുക്ക് ആ നിധി അങ്ങ് കണ്ടുപിടിക്കാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അത് കഴിഞ്ഞ് തീരുമാനിക്കാം. എന്ത് പറയുന്നു? ഇങ്ങനെ മിഴിച്ചു നിൽക്കാതെ പോയി വേറൊരു കാറ് പറ. നമുക്ക് പോയി ആ നിധി അന്വേഷിക്കാം. എന്റെ നടു. ബോസ്, അത് ജട്കയുടെ കാറാണ്. മാത്രവുമല്ല അത് പറക്കുന്നതുമാണ്. ജോൺ ആയിരിക്കും ഡോൺ. ഈ ജോൺ തന്നെ ആയിരിക്കും ഡോൺ. എന്റെ പൊന്നു മോൻ ഇങ്ങ് അടുത്തേക്ക് വാ, വണ്ടി വരുന്നതിന് മുന്നേ. നിർത്തോ, വണ്ടി ഒന്ന് നിർത്തോ. സാറുമാരെ, എന്റെ കുഞ്ഞിന് ഒട്ടും തന്നെ സുഖമില്ല. ഹൈ ഹൈ, എന്ത് നല്ല ഭംഗിയുള്ള കൊച്ചോ, താടിയുള്ള കൊച്ചോ. ഇത് ജോണാണല്ലോ. നീ എന്റെ ജോണിനെ എടുത്ത് എറിഞ്ഞോ? ഞാനിപ്പോ നിന്നെ കാണിച്ചു തരാം. പൊളിച്ചെടുത്തല്ലോ. മമ്മിയെ രക്ഷിക്കണേ. മമ്മിയല്ല, എന്റെ ചെറിയമ്മ നിങ്ങളെ രക്ഷിക്കൂ. ചെറിയമ്മ നല്ല അടിപൊളി ടീമാ. എന്റെ രോഗികളാണ് സത്യം. അവരെന്റെ കാറുമായിട്ട് സ്ഥലം വിട്ടു. ജോൺ, നിക്ക്, അവിടെ നിക്ക്. ഇല്ലെങ്കിൽ നിന്നെ ഞാനിപ്പോ ശരിയാക്കി തരും. എടേ, പെട്ടെന്ന് കാറൊന്ന് പറപ്പിക്ക്, ഇല്ലെങ്കിൽ ചെറിയമ്മ നമ്മളെ പറപ്പിക്കൂ. വേഗം. ഏത് പറ്റില്ല ബോസ്? ഇതാണോ? നമ്പർ 1 പെട്ടെന്ന് പോ. ഞാൻ നിന്റെ ചെറിയമ്മയല്ലേ പറയുന്നേ, അവിടെ നിക്ക്. എന്നെ ഇട്ടിട്ട് പോവല്ലേ. ബൈ ബൈ ചെറിയമ്മേ. എന്താ പറ്റിയത്? ഈ കാറ് പറക്കുന്നതാണ്, പിന്നെ നിങ്ങൾ എന്താ പറപ്പിക്കാതിരുന്നത്? റോട്ടിൽ കൂടെയല്ലേ പോയിക്കൊണ്ടിരുന്നത്? ഓയ് മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു പോകുന്നതിന്റെ രസം ഒന്ന് വേറെ തന്നെയല്ലേ. ഈ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടു പോകുമ്പോ നല്ല രസമല്ലേ മോട്ടു? എന്റെ പൊന്നു ചങ്ക്, എന്നെ ഇങ്ങനെ തല്ലരുത്. എന്റെ കയ്യിൽ ആ കാറിന്റെ റിമോട്ട് ഉണ്ട്. എന്റെ നിയന്ത്രണത്തിൽ നിന്ന് മാറാൻ ആ കാറിന് സാധിക്കുകയില്ല. തരൂ, ആ റിമോട്ട് എന്റെ കൈ തരൂ. ഇപ്പൊ ഞാൻ എന്റെ കളി കാണിച്ചു തരാം. ഇനി ഞങ്ങളുടെ കാറുമായിട്ട് നീ പോവോ? പറക്കാൻ വലിയ കൊതിയല്ലായിരുന്നോ? പറക്ക് പറക്ക്, എന്തിനാ കരയുന്നേ? പറന്നോളൂ. എന്തായി കാണിക്കുന്നത്? നേരെ ഓടിക്ക്, നേരെ ഓടിക്കണേ. നിനക്കൊന്നും പൈലറ്റിന്റെ ലൈസൻസേ കാണില്ലല്ലേ? അതിങ്ങത്താ, നിനക്ക് ശരിക്കും കാറ് മര്യാദക്ക് പറപ്പിക്കാൻ അറിയില്ല. ഇപ്പൊ ഞാൻ കാണിച്ചരാ ഈ കാർ എങ്ങനെ പറപ്പിക്കാന്ന്. ഹലോ ജോണി, ജോണി, എന്താ ബാബാ? അപ്പൊ നിന്റെ
അച്ഛൻ ഞങ്ങളടുത്ത് വേഗം പോ, എന്നിട്ട് അവിടെ പോയി എല്ലാം കണ്ടുപിടിക്ക്. ബോസ് ഈ കാർ ഞാനല്ല ഓടിക്കുന്നത്, അതിന് തോന്നുന്ന പോലെ പോവാ. ആ, എന്നെ മേളിൽ വന്ന് വീഴില്ലേ? എനിക്ക് ഈ വൃത്തിയില്ലാത്ത പോലെ ഇഷ്ടമല്ല. ജോണി, ജോണി, സോറി ബോസ്, സോറി. സോറി ചെറിയമ്മേ, സോറി. എന്ത് ചെയ്ത് ഇത്രയും ചെളിയായി? ക്ലീനർമാരെ എന്നെ ഒന്ന് വൃത്തിയാക്ക്, എന്നെ ഒന്ന് വൃത്തിയാക്ക്. നീ ചെറിയ ഇട്ടിട്ട് പോയില്ലേ? എത്ര ധൈര്യം ഉണ്ടായിട്ടാ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ ഞാൻ ഇപ്പൊ ഇടിച്ച് ചമ്മന്തിയാക്കും. ഓ എന്റെ ചങ്കുകളെ, ഇത് കേടാ എന്നാ തോന്നുന്നത്. ഇതിന് പറക്കാൻ കഴിയില്ല, പക്ഷേ ഓടാൻ കഴിയുമല്ലോ. ഇനി പോടാ. അമ്മച്ചി അവന് തല്ല്, നല്ലോണം തല്ല്. ജോണിന് ഇത്ര അഹങ്കാരം. അമ്മച്ചിയല്ലേ തനിച്ചിട്ടു പോയത്. കൊടുക്ക് നല്ലോണം ഇടി. നിന്നെ ഞാൻ എടോ നിക്കടോ, അവിടെ നിക്ക്. എന്റെ കയ്യിലെങ്ങാൻ നിങ്ങളെ കിട്ടിയാ നിങ്ങളെ ഞാൻ ചമ്മന്തിയാക്കും. എന്റെ അമ്മോ, എന്റെ ദേഹം മുഴുവനും വേദനിച്ചിട്ട് വയ്യേ. ഏതോ ഒരു കാറ് വരുന്നുണ്ട്. സ്റ്റോപ്പ് സ്റ്റോപ്പ്, കാർ ഒന്ന് നിർത്ത. ബോക്സർ ഏട്ടാ, ഞങ്ങൾക്ക് ക്രിസ്മസ് മൗണ്ടൻ വരെ ഒന്ന് പോണം. അവിടെ വരെ ഒന്ന് ലിഫ്റ്റ് തരാൻ പറ്റുമോ? അതിന് ക്രിസ്മസ് മൗണ്ടൻ ഇവിടുന്ന് ഒരുപാട് ദൂരെയാ. അതിനു മാത്രം സമയം എന്റെ കയ്യിലില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ബോക്സിംഗ് സ്കൂളിൽ എത്തണം. ഫൈനൽസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, ബോക്സിംഗ് സ്കൂൾ തുടങ്ങുക എന്നത് എന്റെ സ്വപ്നമാണ്. എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയി ബോക്സിംഗ് പഠിക്കാൻ അവസരം കൊടുക്കണം. ബൈ. ഞങ്ങളെ കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും ഞങ്ങൾ ഒരു പങ്ക് തീർച്ചയായും തരും. പിന്നെ നിങ്ങൾക്ക് കുറെ ബോക്സിംഗ് സ്കൂൾ തുറക്കാലോ. എന്ത് പറയുന്നു? അതെങ്ങനെ? എല്ലാം ഒന്ന് തെളിച്ചു പറയൂ. ബോക്സർ ഏട്ടാ, സംഭവം ഇതാണ്. കിട്ടുന്നതിന്റെ 10% നിങ്ങൾക്ക് തരാം. പറയേ, എന്ത് പറയുന്നു ബോക്സർ ഏട്ടാ? ഇതൊക്കെ ആദ്യമേ പറയേണ്ടതല്ലേ, ഇപ്പോഴാണോ പറയുന്നത്? ഇനി ഞാൻ രാജ്യം മുഴുവൻ ബോക്സിംഗ് സ്കൂൾ തുടങ്ങി ഫ്രീ ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കും. നിങ്ങൾ എന്താ മിഴിച്ചുകൊണ്ട് നിൽക്കുന്നത്? എല്ലാവരും കേറിൻ വണ്ടിക്കകത്തോട്ട്. വേഗം വാ. ഡോക്ടർ ജഡ്ക, നിങ്ങൾ കാർ ഓടിക്കുകയാണോ അതോ കാളവണ്ടി ഓടിക്കുകയാണോ? ജോണിന് കണ്ടില്ലേ, നമ്മുടെ മുമ്പിൽ കയറി പോയി. അവരിപ്പോ ബോക്സറിന്റെ വണ്ടിയിലാണ്. ബോക്സർ ഇപ്പൊ അവരുടെ കൂടെ കൂടിന്നാ തോന്നുന്നേ. എന്റെ രോഗികളാണ് സത്യം. അവന്മാർക്ക് ഇപ്പൊ കാണിച്ചു കൊടുക്കാം. എന്റെ കയ്യിലും കാറാ ഉള്ളത്, അല്ലാതെ കാളവണ്ടി അല്ല. അറിയാമോളെ? എന്റെ വലിയേട്ടാ, വഴി താഴെയാണ്, മുകളിലല്ല. ഡോക്ടർ ജഡ്ക ഇന്നേ വരെ എന്തെങ്കിലും ഒരു കാര്യം നേരെ ചൊവ്വേ ചെയ്തിട്ടുണ്ടോ?
ഒരു വല്ലത് കഴിച്ചിട്ട് വരാം. എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പും. അതെ, എനിക്കും വല്ലാത്ത ദാഹം തോന്നുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ജോണിനേക്കാളും മുമ്പിലാണ്. വാ, നമുക്ക് കഴിച്ചിട്ട് പോകാം. എന്റെ ചേട്ടാ, ഒന്ന് വേഗം കൊണ്ടുപോവാ. വിശന്നിട്ട് കുടല് കരിയുന്നു. ബോക്സറേട്ടാ, കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ സ്വപ്നം എന്റെ സ്വപ്നമായി പോയി. ഞാനും ചിന്തിക്കുമായിരുന്നു ബോക്സിംഗ് സ്കൂൾ തുടങ്ങി കുട്ടികളെ ബോക്സിംഗ് പഠിപ്പിക്കണമെന്ന്, അതും ഫ്രീ ആയിട്ട് പഠിപ്പിക്കണമെന്ന്. പക്ഷെ ആ സ്വപ്നം നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തു പറ്റി? കണ്ടില്ലേ, ബോട്ട് പത്ലു കസീട്ടാറാം ജഡ്ക അവര് നീതി തപ്പി അങ്ങോട്ട് പോവാ. എനിക്ക് ഒറ്റയ്ക്ക് അവരെ ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുഴുവൻ നിധി അവന്മാര് തന്നെ കൊണ്ടുപോകും. എന്റെ സ്വപ്നം നടക്കില്ല, സ്വപ്നം നടക്കില്ല. എന്റെ സ്വപ്നം ആർക്കും തകർക്കാൻ പറ്റില്ല. അവരുടെ എല്ലാ കള്ളക്കളികളും ഞാൻ ഇന്നത്തോടെ തീർക്കുന്നുണ്ട്. അവന്മാരെ ഞാൻ വെറുതെ വിടില്ല. കാണിച്ചു കൊടുക്കാം. കള്ളന്മാരെ, എന്റെ കടയിൽ വന്ന് ഗുണ്ടായുസം കാണിക്കാനാണ് പരിപാടി. കാണിച്ചു തരാം. എന്റെ അമ്മച്ചി, എന്റെ കട ഒന്ന് രക്ഷിക്കണോ സാറേ? പൊളിച്ചെടുത്തല്ലോ മമ്മി, രക്ഷിക്കണേ. ബോക്സറേട്ടാ, ഒന്നും ചെയ്യല്ലേ. വേണ്ട വേണ്ട. പൊളിച്ചെടുത്തല്ലോ. മോട്ടുപത്ലു, നിങ്ങളത് എവിടെയാണ്? ഇപ്പൊ ശരിക്കും മനസ്സിലായി നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്ന്. ഞങ്ങളുടെ പണി കഴിഞ്ഞു, ഇനി ഞങ്ങള് പോയിക്കോട്ടെ. ഈ ജോണായിരിക്കും ഡോൺ. എന്റെ പൊന്നു ബോക്സിംഗ് ബ്രോ, ഞങ്ങള് നിന്നെ അനുസരിച്ചോളോ. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞങ്ങൾ അതുപോലെ ചെയ്യാം. ഇവിടെ നിന്ന് അനങ്ങി പോവരുത്. അനങ്ങിയ വിവരം അറിയും. താങ്ക് യു. നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണോ. എന്താ പൊളിക്കടുത്തല്ലോ. ഇത് എവിടുന്ന ഒരു കരിഞ്ഞ മണം വന്നോണ്ടിരിക്കുന്നേ. നമ്മുടെ പുറകെ തീ കത്തുന്നതാണ് ചങ്ങേ. ഇവിടുന്ന് ഇറങ്ങിയാൽ ആ ബോക്സർ നമ്മളെ തല്ലുകയും ചെയ്യും. എനിക്കില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് കരിഞ്ഞു പോകും. മമ്മി, രക്ഷിക്കണേ. രക്ഷിക്കണേ മമ്മി. മോട്ടു എന്റെ പുറകില് വാ. മതി, ഇപ്പൊ തന്നെ ഒരുപാടായി ബോക്സർ. വരൂ, ഇനിയൊരു കൈ നോക്കാം. ഇനി ആർക്കും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. എനിക്ക് പോലും പറ്റില്ല. നിൽക്കണടാ, നിൽക്കാൻ അവിടെ. എവിടെ പോയി രണ്ടും? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്യേ. ഐഡിയ. അരുത് അരുത്.
എന്റെ കട മൊത്തത്തിൽ തകർന്നു കളഞ്ഞല്ലോ. ഞാൻ പോലീസിന്റെ അടുത്തേക്ക് പോവും. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നോയിക്കോ, ഞാൻ പോലീസിനെ വിളിക്കും. ഇപ്പം തന്നെ വിളിക്കും. പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? ദോ അങ്ങോട്ടാണ്. എന്നാൽ അങ്ങോട്ട് പൊക്കോ. സാറേ, അയാൾ ഹെൽപ്പ് ചോദിക്കുന്നു. ഹലോ. എന്റെ അമ്മോ, അവൻ ഭൂമിയിലൊന്നും ഇറങ്ങാതെ എങ്ങനെ അവനെ സഹായിക്കാൻ കഴിയും? എന്റെ പൈശാചികമായ ബുദ്ധിയിൽ മാരകമായ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഇനി വോട്ടുപത്തിലൂടെ മുന്നോട്ട് പോവാൻ കഴിയില്ല. എന്തേലും ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യ. നമുക്ക് ഇവിടെ നിന്ന് വേഗം പോവാം. ഇല്ല, ഇടിച്ച് ഞാൻ നിന്നെ ഇപ്പൊ ചമ്മന്തിയാക്കും. നീയൊക്കെ എന്നെ കളിയാക്കാറായോ? ഇതൊക്കെ ഞാനുണ്ടല്ലോ. ഇതെന്നാ പിടിച്ചോ, ഇന്ന് പിടിച്ചോ. നീ എങ്ങനെ എന്നെ കളിയാക്കിയല്ല. ഇപ്പൊ ഇവിടെ പാലമില്ല. ഇനി എങ്ങനെ പോകും ബോട്ട് പത്തലു? ബൈ ബൈ ബോട്ട് പത്തലു. ഇതാണോ നിന്റെ പൈശാചികമായ ബുദ്ധിയിൽ തോന്നിയ മാരകമായ ഐഡിയ? നിനക്ക് ഒരു പണി പോലും നേരെ ചൊവ്വേ ചെയ്യാൻ അറിയില്ല. ആ നിധി എങ്ങനെ അവന്മാര് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിനക്ക് ഞാനെന്നെ കാണിച്ചു തരാം. എന്റെ പൊന്നു ചെറിയമ്മ, എന്നോട് ക്ഷമിക്കണം. അറിയാതെ ഒരു തെറ്റ് പറ്റി പോയതാ. സഹായിക്ക, വണ്ടി ഒന്ന് മേലേക്ക് എടുക്കണേ. ചെറിയമ്മ വെള്ളത്തിൽ പോയേ, ചെറിയമ്മ വെള്ളത്തിൽ പോയേ. ബോസ് ബോസ്, കരയണ്ട പ്ലീസ്. ഇത് സന്തോഷത്തിന്റെ കണ്ണീരാണ്, ആനന്ദ കണ്ണീര്. ആ ദുരന്തത്തിന്റെ കയ്യിൽ നിന്ന് നമ്മള് രക്ഷപ്പെട്ടില്ലേ? നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടാ തോന്നുന്നു എന്റെ പുറകില് ചെറിയമ്മ ഉണ്ടത്. നീ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് ഉറപ്പായിട്ട് തോന്നുന്നു എന്റെ പുറകില് ചെറിയമ്മ ഉണ്ടെന്ന്. ചെറിയമ്മ രക്ഷപ്പെട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എങ്ങോട്ടാ ഓടുന്നേ? ഇതിനു മുമ്പേ ഭയങ്കര ചിരി കണ്ടല്ലോ, ഭയങ്കര സന്തോഷത്തിലായിരുന്നല്ലോ. പൊളിക്കടുത്തല്ലോ. നമ്മൾ ഈ നദിക്കക്കരെ എങ്ങനെ പോവാൻ കഴിയും? എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഈ പുഴ കടന്നല്ലേ പറ്റൂ. ആ നിധി കണ്ടുപിടിച്ചിട്ട് വേണം ഫുർഫുറി നഗരത്തിൽ വലിയ വലിയ ഹോസ്പിറ്റലുകളും സ്കൂളുകളും പണിതെടുക്കാൻ. ഇപ്പൊ കണ്ടോളൂ മോട്ടുവിന്റെ അഭ്യാസം. വലിയേട്ടാ, കാർ ഒന്ന് റിവേഴ്സ് എടുക്കൂ.
എന്റെ കാർ. എന്റെ കാർ മോഷ്ടിച്ചോണ്ട് പോകാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. എന്നെ വെറുതെ വിടണം, എന്നെ വെറുതെ വിടണം, എന്നോട് ക്ഷമിക്കണം. എനിക്കറിയാം ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, മോശമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയറിന്റെ ഡബിൾ തന്നേക്കാം, 20%. ഇനി എന്നെ വെറുതെ വിട്ടൂടെ. ഓ 20%? അപ്പോൾ എനിക്ക് ഇരട്ടി സ്കൂൾ തുറക്കാനാവും. വെരി ഗുഡ്. എങ്കിൽ വായോ, വാ. ഇങ്ങനെ വണ്ടിയെ പോവാൻ ഭയങ്കര രസമായിട്ടുണ്ട്. ഓ, ഈ പാലം പൊളിഞ്ഞിരിക്കുകയാണല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? പറയൂ പറയൂ പറയൂ, എന്താണ് ചെയ്യാ? സാർ, ബ്രിഡ്ജ് ഈസ് പൊളിഞ്ഞൻ. POLIN പൊളിഞ്ഞൻ. പൊളിഞ്ഞൻ എന്ന് വെച്ചാൽ എന്താണ്? സാറേ, ഈ ബ്രോക്കൻ എന്നുള്ളതിന് ബ്രോക്കൻ എന്ന് പറയില്ലേ, അതുപോലെ പൊളിഞ്ഞു എന്നുള്ളതിന് പൊളിഞ്ഞെന്ന് പറയാണ് ഇവൻ. പൊളിഞ്ഞെന്ന് വെച്ചാ ബ്രോക്കൻ. സാർ, 1 ചാട്ടം 2 ചാട്ടം അടുത്തതിന് അങ്ങ് എത്തും. യെസ്, നമുക്ക് ആകെ ഒരു വഴിയേ ഉള്ളൂ. ഇത് പോലീസിന്റെ അഭിമാന പ്രശ്നമാണ്. Come on, forward march. Go. എന്റെ അമ്മോ. സാറേ, എന്തെങ്കിലും ചെയ്യ്, അല്ലെങ്കിൽ നമ്മുടെ കഥ കഴിയും സാറേ. നമ്മള് വെള്ളത്തിൽ വീഴും. ലേശം കൂടി മുന്നോട്ട് പോകട്ടെ പ്ലീസ്. ലേശം കൂടി മുന്നോട്ട്. ലേശം കൂടി, ലേശം കൂടി, കുറച്ചുകൂടി. എല്ലാരും ചാടിക്കോളൂ. ഓ നോ, നമുക്ക് ആ ജീപ്പിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ സാർ. ഐ സല്യൂട്ട് യു ജീപ്പേട്ടാ. നിങ്ങളെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി അവസാന നിമിഷം വരെ ചെയ്ത് ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തേ. അതാണ് സത്യം. വരൂ, നമുക്ക് ഇനി മുമ്പോട്ട് പോകാം. പരേഡ് സ്പീഡ് മാർച്ച്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് left right left left right left left right left right पीछे मोड़ left right left right എടോ ഫെയറിലാൽ, താങ്കൾ സുബോധത്തിലേക്ക് വരൂ. ഫെയറിലാൽ റിപ്പോർട്ടിംഗ് സാർ. സാർ, നമ്മളെന്താ ഇവിടെ നിൽക്കുന്നേ? നമുക്ക് കുറെ ദൂരെ പോകേണ്ടതല്ലേ? ഇതേപോലെ നിന്നോണ്ടിരുന്ന എങ്ങനെ പണി തീരാനാ? പറ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. വലിയേട്ടാ, ഒന്ന് വേഗം പോ. ജോൺ മാത്രം എവിടെ നിൽക്കുന്നുള്ളൂ. അവന്റെ ബോസ് ഹെലികോപ്റ്റർ വരുന്നുണ്ട്. ദേ അങ്ങോട്ട് നോക്ക്. ഒരു തവള എത്ര തന്നെ ചാടിയാലും ശരി, അതിനൊരിക്കലും ഒരു കുരങ്ങനായി മാറാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ എപ്പോഴും എന്റെ അടുത്ത് തോറ്റുകൊണ്ടേയിരിക്കും. എനിക്ക് നിങ്ങളെ പോലെ വൃത്തിയില്ലാത്തവന്മാരെ ഒരിക്കലും കണ്ണെടുത്താ കണ്ടൂടാ. എനിക്ക് ഇഷ്ടമല്ല, മനസ്സിലായോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവൻ നമ്മളെ പൊക്കിക്കൊണ്ട് പോകുന്നാണല്ലോ തോന്നുന്നു. പൊളിക്കടുത്തല്ലോ. ഇനിയിപ്പോ എന്താ സംഭവിക്കാ? ഐഡിയ. മോട്ടോ എങ്ങനെയെങ്കിലും കാറിനെ ടണലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോ. ഒന്ന് മാറണ്ട വലിയേട്ടാ, ഞാനൊന്ന് കാണട്ടെ ഈ ഹെലികോപ്റ്റർ നമ്മൾ എങ്ങനെയാ കൊണ്ടുപോവാന്ന്. ഓഹോ,
മോട്ടു പത്ലു, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ബൈ ബൈ മിസ്റ്റർ ചംകു. ആഹാ ഹി ഹി ഹോ ഹോ. ബൈ ബൈ അല്ല, അടുത്ത പണിക്ക് ഹായ് പറയടാ. എടാ ഒന്ന് പെട്ടെന്ന് ചെയ്യടാ, പെട്ടെന്ന് പണി തീരട്ടെ, പെട്ടെന്ന്. എടോ, ഈ സീറ്റില്ലാത്ത സൈക്കിൾ ആര് ഓടിക്കും അത് പറ. സാർ, നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോ ഞങ്ങൾ ഈ സൈക്കിൾ ചവിട്ടുന്നെന്ന് വെച്ചാ അഹങ്കാരമല്ലേ? സാർ ഇവിടെ ഉള്ളപ്പോ ഞങ്ങൾ എങ്ങനെ സൈക്കിൾ ചവിട്ടുക? ഓക്കെ. നിങ്ങൾ രണ്ടാളും എന്നെ ഒരുപാട് പുകഴ്ത്തി പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോ ഞാൻ അല്പം എമോഷണൽ ആയി പോയി. ഈ സൈക്കിൾ ഞാൻ തന്നെ ഓടിച്ചോളാം. സൂപ്പർ ചിങ്കൻ സാർ. ഓടിക്കടുത്തല്ല. അത് കണ്ടോ മിസ്റ്റർ ചംകോ, അവന്റെ പൊട്ടി പൊളിഞ്ഞ ഹെലികോപ്റ്ററിനെ നേരാക്കി ഇവിടെ നിന്നും പറക്കാനുള്ള പരിപാടിയാ. ഡോക്ടർ ജഡ്ക, നിങ്ങൾ എന്ത് സയന്റിസ്റ്റാ? വേഗം എന്തെങ്കിലും ചെയ്യേ. ഓക്കെ സാർ. നിങ്ങളിപ്പോ എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന സയന്റിസ്റ്റിനെയാണ് ഉണർത്തിയിരിക്കുന്നത്. ഇനി നിങ്ങൾ ഈ ഡോക്ടർ ചക്കയുടെ കളികൾ കണ്ടോ? എല്ലാവരും വരൂ, കയറൂ. ജഡ്ക എയർലൈൻസിന്റെ ആദ്യത്തെ പ്ലെയിൻ തയ്യാറായിരിക്കുന്നു. വെറുതെ സമയം കളയാതെ എല്ലാവരും കയറ്. കേറി ഇരുന്ന് നമുക്ക് പറക്കാം. പിന്നെ കണ്ടോ എന്റെ പ്ലെയിനിന്റെ അത്ഭുത ശക്തി. മോട്ടുവും പത്തിലും ഫ്രണ്ടിലിരുന്ന് പ്ലെയിനിന്റെ പെടല ചവിട്ടണം. പെടല ചവിട്ടുമ്പോഴാണ് പ്ലെയിൻ പറന്നു പോകുന്നത്. എത്രയും സ്പീഡിൽ ചവിട്ടുന്നോ അത്രയും വേഗത്തിൽ പ്ലെയിൻ പോകും. എന്നാ പിന്നെ നമുക്കങ്ങ് വിട്ടാലോ ഞങ്ങളെ? വലിയേട്ടാ, പ്ലെയിൻ ഒന്ന് നിർത്തൂ. മുമ്പിൽ കൊക്കയാണ്. പ്ലെയിനിനെ നിർത്തൂ. സോറി. പ്ലെയിനിൽ ബ്രേക്ക് പിടിപ്പിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. ഇതിനി നിർത്താൻ പറ്റില്ല ചങ്കുകളെ. സോറി, എന്നോട് ക്ഷമിക്കൂ. ബോത്ത് അങ്ങോട്ട് നോത്ത്. മോത്തും പത്തലും പറത്തുന്നു. പറക്കുന്നു. പക്ഷിമാരെ എങ്ങനെയാ പറക്കുന്നത്? എനിക്ക് തോന്നുന്നത് അവർക്ക് നിധി കിട്ടി കാണുന്ന. ഇപ്പൊ ഇവിടെ കിടന്ന് മോങ്ങിട്ട് എന്താടാ കാര്യം? കയ്യിൽ കിട്ടിയ ഐശ്വര്യം കൊണ്ടുപോയി കളഞ്ഞില്ലേ? അവന്മാരുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് നീ എന്തേലും ചെയ്തോ? അല്ലെങ്കിൽ നിന്നെ ഞാൻ
എടാ എടാ നിക്കടാ എന്റെ കൊട. അങ്ങോട്ട് നോക്ക്, അതാണ് ക്രിസ്മസ് മൗണ്ടൻ. അതിവിടെ അടുത്താണ്. നമ്മൾ കുറച്ച് സമയത്തിനകം അവിടെ എത്തും. സാറേ ഇരിക്കല്ലേ? എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായത്? അയ്യോ വേണ്ട വേണ്ട. കോൺസ്റ്റബിൾസ്, അത് കണ്ടോ? അത് മോട്ടു പത്ലുവിന്റെ പ്ലെയിനാണ്. എന്റെ അമ്മ! താങ്ക് യു മോട്ടു പത്ലു, താങ്ക് യു. നിങ്ങൾ ഏതായാലും കറക്റ്റ് സമയത്ത് തന്നെ വന്നത്. നമ്മൾ ഇനി ഒരുമിച്ച് പോയി ആ നിധി അന്വേഷിക്കാം. ഓ ചിങ്ങ സാറേ, ഇത് നിറങ്ങ് ചങ്കേ. ഇതിന് 4 പേരുടെ വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. വേഗം ഇറങ്ങ് സാറേ. എങ്ങനെ ഇറങ്ങും? ഞങ്ങൾ എങ്ങനെ ഇറങ്ങും ഡോക്ടർ ജഡ്ക? ഇന്ത്യൻ നിയമമാണ് സത്യം. ഞങ്ങളെ ഇറക്കി വിടരുത്. ദോരാ സിംഗ്, നിങ്ങൾ ആ സൈഡിലുള്ള ചെറുകിൽ പോയിരിക്കേ പെട്ടെന്ന്. ഓക്കേ സാർ. ശരിലാൽ, നിങ്ങൾ അപ്പുറത്തെ ചെറുകിലേക്ക് വേഗം പോകൂ. ചെല്ലു വേഗം. ഇപ്പൊ തന്നെ പോ. സ്പീഡിൽ പോ, ഇനി സ്പീഡിൽ പോ. അത് കണ്ടില്ലേ, ഓട്ടവും പത്തിലും കൂട്ടരും ഫ്രണ്ടിൽ കയറി പോയത്. അവരൊരിക്കലും തോറ്റ് പിന്മാറുന്നവരല്ല. അവര് ധൈര്യശാലികളാണ്. സ്പീഡിൽ പോ, ഇനി സ്പീഡിൽ പോ. അതാ നോക്ക്, ക്രിസ്മസ് മൗണ്ടൻ. പെഡൽ ചവിട്ട്, വേഗം പെഡൽ ചവിട്ടാൻ. ഇതാണ് ക്രിസ്മസ് മൗണ്ടൻ.
നമ്മൾ എല്ലാവരെക്കാളും മുമ്പ് ഇവിടെ എത്തിയത് തന്നെ വലിയൊരു കാര്യമല്ലേ? ആ ജോണും മിസ്റ്റർ ചംകുവും ദൂരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടുത്തെ നിധി നമുക്ക് വേഗം കണ്ടുപിടിച്ച് നമുക്ക് തിരിച്ചു പോകാട്ടോ. ഒന്നും മനസ്സിലാവുന്നില്ല ഈ നിധി എവിടെ ഇരിക്കുന്നു എന്നേ. ഈ മാപ്പിൽ ഇവിടെ കാണുന്ന വഴിയൊന്നും കാണിച്ചിട്ടില്ല. ഓഹോ, എന്തൊരു വെളിച്ചമാ കണ്ണിലേക്കല്ലേ അടിക്കുന്നത്. ഇത് നോക്ക്, ആ തൂണിന്റെ നിഴല്. വരൂ, നമുക്ക് അങ്ങോട്ട് ചെന്ന് ചെക്ക് ചെയ്യാം. എന്ത് തൂണിന്റെ നിഴലോ? യെസ് യെസ്, അത് തന്നെയാണ് ക്ലൂ. യെസ്, നോക്ക്, ഈ മാപ്പില് വേറൊരു സാധനത്തിന്റെ നിഴല് കാണുന്നില്ല. 3 തൂണിന്റെ നിഴല് മാത്രമേ ഉള്ളൂ. ഇത് നോക്ക്, 3 തൂണിന്റെ നിഴല്. ഈ 3 നിഴലും ഒരു സ്ഥാനത്താണ് വന്ന് കൂടി ചേരുന്നത്. അതായത് നിധി അവിടെ തന്നെയാണ്. നിധി ഇവിടെ തന്നെയുണ്ട്. പക്ഷെ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? Why fear when Chingam is here? ദാ പിടിച്ചോളൂ. ചിങ്കം സാർ, എന്താ അല്ലേ? മനോഹരം. ഈ ജോഡായിരിക്കും ഡോൺ, ജോൺ തന്നെ ആയിരിക്കും ഡോൺ. ഈ പേക്കിരിയുടെ എന്റേതാണ്. എന്നെ തടയാൻ ആരുണ്ട്? പറയണേ. അത് നിന്റെ ചിറ്റമ്മ തന്നെ, അല്ലാതാര്? അല്ല, ഇവന്മാര് എപ്പോഴാ വന്നത്? കിരീടം എന്റേതാണ് മോനെ, അതെനിക്ക് തിരികെ താ. കിരീടം തിരികെ താ. അതെന്റെ കിരീടം, നിനക്ക് കൊള്ളാം. എനിക്കിതാ, അവര് നിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. സോറി 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 എന്ന് പറയാതെ വേഗം പോയി അത് മേടിക്കാൻ നോക്ക്. ഞാനാണ് ഡോൺ.
അതിന് തന്നിട്ട് പോ. എടാ ഹെലികോപ്റ്റർ ചാടി എന്നിട്ട് വെടികൊണ്ട് വെച്ച് ഇവന്മാർക്ക് ഒരു കിരീടം പണി കൊടുക്കാം. വെടിവെക്ക്. അപ്പൊ മക്കളെ ബൈ ബൈ. താങ്ക് യു. നന്ദിയുണ്ട്. എടാ എന്നെ കൊടയൊക്കെ തിരിച്ചു കാണാം. ഏയ്, എന്താ ഇത്? എന്തെങ്കിലും ചെയ്. നമ്മൾ കുടുങ്ങിയെന്നാ തോന്നേ. ഹെലികോപ്റ്റർ നിന്ന് പോയല്ലോ. എനിക്ക് ഇതേപോലെ വൃത്തിയില്ലാത്തവന്മാരെ കണ്ണെടുത്ത കണ്ടൂടാ. എന്നെ വൃത്തിയാക്കൂ. മോട്ടു ഓടിക്കൊണ്ടേയിരുന്നു. നിൽക്കരുത്. അതാ കിരീടം മോഷ്ടിക്കാൻ വേണ്ടി ഇതോ കൊള്ളക്കാരൊക്കെ വന്ന് നിൽക്കുന്നു. എന്റെ ആളുകൾ ഇതാ എത്തിക്കഴിഞ്ഞു. ഇനി നിങ്ങളെല്ലാരും കീഴടങ്ങുന്നത് നല്ലത്. ഏ, ഞാൻ തരില്ല. വേണ്ട, എന്റെ അടുത്ത് കളി വേണ്ട. എന്നെ വിട്, എന്നെ വിടാൻ. വെച്ച് നോക്കട്ടെ മോനെ. കിരീടം എന്റേതാണ്. ഇനി രാജ്യം എന്റേതാണ്. നഷ്ടങ്ങൾ നിങ്ങളുടേതാണ്. തോൽവിയും നിങ്ങളുടെ തന്നെയാണ്. പോ, വീട്ടിൽ പോ. കലണ്ടർ നോക്കി ചെക്ക് ചെയ്യ്. എന്തെങ്കിലും നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ഞങ്ങൾക്കൊരു കോൾ ചെയ്താൽ മതി. അന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വരാം. നിങ്ങൾ ജയിച്ചാൽ കിരീടം നിങ്ങളുടേതാണ്. പോ, ഇപ്പൊ സ്ഥലം കാലിയാക്ക്. ചെല്ല്. എന്നാ പിന്നെ വാ പത്ലു, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാലണ്ടറിൽ നോക്കിയിട്ട് പറയാം എപ്പോഴാ ഫ്രീ ആയിട്ടുള്ളതെന്ന്. എന്റെ മോട്ടു, അവൻ നിന്നെ വീണ്ടും മണ്ടനാക്കാൻ നോക്കുക. നമ്മൾ ഇന്നും ഫ്രീ അല്ലേ? ഇന്ന് തന്നെ ആ കിരീടം തിരിച്ചു വാങ്ങാൻ നോക്കണം. മിസ്റ്റർ ചംകു, ഞങ്ങൾ ഇവിടെ ഉള്ളിടത്തോളം കാലം നിനക്ക് ഈ കിരീടം ഇവിടുന്ന് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഈ കിരീടം ഫുർഫുറി നഗരത്തിന്റേതാണ്. ഇതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഹോസ്പിറ്റലുകളും സ്കൂളുകളും പണിയാനുള്ളതാണ്. ഇതുകൊണ്ട് അവിടെയുള്ളവർക്ക് സൗജന്യ ചികിത്സയും പഠനവും നൽകുന്നതാണ്. സോറി മോട്ടു പത്ലു, ഞാൻ വിചാരിച്ചത് നിങ്ങൾ ഈ നിധി തനിച്ച് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു എന്നാണ്. പക്ഷേ ഞാൻ തെറ്റായ ആൾക്കാരുടെ കൂടെയായിരുന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയി. മോട്ടു പത്ലു, ഫുർഫുറി നഗരിന്റെ നല്ലതിനായി ഇനി ഞാൻ നിങ്ങളുടെ കൂടെയാ. എനിക്കതൊന്ന് കാണണം. നീ എത്ര നേരം ജീവനോടെ പിടിച്ചു നിൽക്കുന്നു ഞാൻ നോക്കട്ടെ. ഗാർഡ്സ്, അറ്റാക്ക്! Hey, stop! The name is Chingam. Inspector Chingam. ഞങ്ങൾ 3 പേര് ഈ സ്ഥലം 4 വശത്തു നിന്നും വളഞ്ഞിരിക്കുകയാണ്. Come on, constables, arrest them. ഞാൻ പറയുന്നു ഹാൻഡ്സ് അപ്പ്. കീഴടങ്ങുന്നതാ നല്ലത്. ചിങ്കൻ സാർ, നിങ്ങൾ ഫയറിംഗ് ചെയ്യുന്നൊന്ന് നിർത്തിവെക്കോ. എന്നിട്ട് അവരോട് ഏറ്റുമുട്ടു. എന്റെ അമ്മ. അച്ഛാ,
വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ. നിന്നെയൊക്കെ ഇവിടെ ഡാൻസ് കളിക്കാനാണോ കൊണ്ടുവന്നേ? ഫൈറ്റ് ചെയ്യടാ. എടുത്തങ്ങോട്ട് ഇടറാ. മിസ്റ്റർ ചംകു, മര്യാദയ്ക്ക് കിരീടം കൊണ്ട് തരുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ നിന്റെ ദേഹം മുഴുവൻ ഞാൻ ചെളിയാക്കും. നിനക്ക് അഴുക്ക് പുരണ്ടവരെ കാണുന്നത് തന്നെ അലർജിയല്ലേ? ഞാൻ വൃത്തികെട്ടനാവുകയാണെങ്കിൽ മഹാവൃത്തികെട്ടവനായി മാറും. നിങ്ങൾ ഇതുവരെ എന്റെ വൃത്തിയുള്ള രൂപം മാത്രമേ കണ്ടിട്ടുള്ളൂ മക്കളെ. ഇപ്പൊ എന്റെ വൃത്തികെട്ട രൂപം കൂടി കണ്ടോളൂ. കണ്ടോളൂ, കണ്ടോളൂ. ആൽഫ, ബീറ്റ, ചാർലി, ഡെൽറ്റ, ഹേഗോ. വാടാ മക്കളെ. വാടാ മോനെ. മതി, ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. ഞാൻ തോറ്റുപോയി. എന്റെ ഇത്രയും വലിയ ഫോഴ്സ് മോട്ടുവിന്റെ പത്തുലിന്റെ മുന്നിൽ തോറ്റുപോയി. മോട്ടു പത്തുലിന്റെ മുന്നിൽ തോറ്റുപോയി. കിരീടവും കിട്ടിയില്ല. ഞാൻ പിന്നെ വൃത്തികെട്ടവനുമായി മാറി.
വൃത്തികെട്ടവനായി മാറി. മിസ്റ്റർ ചംകു, ഒരു മനുഷ്യന്റെ അഴുക്ക് അവന്റെ വസ്ത്രത്തിലല്ല, അവന്റെ കർമ്മത്തിലാണുള്ളത്. വൃത്തികെട്ട ജോലി ചെയ്യുന്നവൻ വൃത്തികെട്ട മനുഷ്യനായി തന്നെ ജീവിക്കേണ്ടി വരും. അതെ, നിങ്ങൾ എല്ലാവരും തല്ലുകൂടി കഴിഞ്ഞെങ്കിൽ ഞാൻ എന്നാ എന്റെ കിരീടം എടുത്തോണ്ടങ്ങ് പൊക്കോട്ടെ. ജോൺ, നീ നിന്റെ അമ്മച്ചിയോട് പറഞ്ഞു കൊടുക്ക്. അതായത് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞ കാര്യം, ഈ കിരീടം ഫുർഫുറി നഗരത്തിന്റേതാണ്, അവിടെയുള്ളവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞു കൊടുക്ക്. ഈ ചെറിയ എന്റെ ജീവിതത്തിൽ എപ്പോ കയറി വന്നോ അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളായി എനിക്ക്. ഞാൻ മാത്രമല്ല, എല്ലാവരും തോൽവി ഉയർന്നു പോകാൻ നിങ്ങളാ കാരണം. നിങ്ങളെ വീട്ടിൽ പോയി ഞാൻ ജയിലിൽ നിന്ന് വരുന്നത് വരെ കാത്തിരിക്ക്. നീ വീട്ടിലേക്ക് വാ, നിന്നെ ഞാൻ നല്ല ചമ്മന്തി ആക്കുന്നുണ്ടോ. മോട്ടു പത്ലു, നിങ്ങളുടെ ധൈര്യം കൊണ്ട് മാത്രമാണ് ഫുർഫുറ നഗരത്തിലേക്ക് ഈ നീതി കിട്ടിയത്. നിങ്ങൾ രണ്ടാൾക്കും ഇതിനു വേണ്ടി നല്ലൊരു സമ്മാനം ലഭിക്കും. പൊളിച്ചെടുത്തല്ലോ. ഇതെന്താ സമ്മാനം മോട്ടു പത്ലുവിന് മാത്രമാണോ? വിഷമിക്കരുത് കസീത റാം, തനിക്കും ഡോക്ടർ ചട്കയ്ക്കും സമ്മാനം ലഭിക്കും. സോ ഡോണ്ട് വറി, കം ഓൺ എവരിബഡി. വരൂ, ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് പോകാം. എല്ലാവരും പിടിച്ച് ജയിലിനകത്ത് ഇടണം. ഈ ഓടുന്ന ഓട്ടം ഉണ്ടല്ലോ, ഇതൊരു പടയോട്ടമാണ്. ഞാൻ എന്തായാലും തിരിച്ചു വരുന്നതാണ്. ഫുർഫുറി നഗർ നിവാസികളെ, മോട്ടുവിന്റെയും പത്രുവിന്റെയും ധൈര്യം കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഫുർഫുറി നഗറില് ഇത്രയും വലിയൊരു സ്കൂൾ നമുക്ക് തുറക്കാൻ സാധിച്ചത്. മോട്ടു പത്രു, നിങ്ങളുടെ ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളുടെ മാത്രം കഴിവല്ല ഇത്, ഞങ്ങളുടെ കൂട്ടുകാരുടെയും കൂടി കഴിവാണ്. ഡോക്ടർ ജഡ്ക, ഖസീദ റാം, ചിങ്കൻ സർ, എല്ലാവർക്കും പങ്കുണ്ട്. We cheers to all. Hip hip hooray! സ്കൂളിന്റെ വൃത്തിയാക്കുന്ന ജോലികളെല്ലാം തന്നെ വളരെ വൃത്തിയായ ഒരാളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അയാൾക്ക് അഴുക്ക് വളരെ വെറുപ്പാണ്. മീറ്റ് മിസ്റ്റർ ചംകോ തൂപ്പുകാരൻ. ഇല്ല, ഞാനൊരു ഡോണാണ്. ഡോൺ ടെൽ ആൻഡ് ഡോൺ സൂപ്പർ ഡോണാണ്. അല്ല, തൂപ്പുകാരനല്ല. അവിടെ നിക്കണ, അവിടെ നിന്നോടാ പറഞ്ഞ നിക്കാൻ. എടാ നിക്കടാ. Watch India's largest kids library only on Jio Hotstar. Download the app now.